Hey guys, Assalamualaikum. Welcome back to my YouTube channel, Friend Vlogs. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കൊല്ലങ്കോട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് സ്കൂൾ തുറക്കാണ് തിങ്കളാഴ്ച. അപ്പം ഞാൻ അടുത്തത് +1 കേട്ടോ. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് വീഡിയോ എടുക്കേണ്ട ആ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. റിസൾട്ടിൻ്റെ ആ ടെൻഷനിൽ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പർച്ചേസിംഗ് ആയിട്ട് പോവാണ് കേട്ടോ കൊല്ലങ്കോട്. എനിക്ക് തൊണ്ടവേദനയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ആക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എനിക്ക് ആഗ്രഹിച്ച സ്കൂളും അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു മാർക്കുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മുതലമട സ്കൂളിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. GHS മുതലമട എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. നേരെ വീഡിയോ. എനിക്ക് തിങ്കളാഴ്ചയാണ് ക്ലാസ് തുടങ്ങുന്നത്, 24-ാം തീയതി. അപ്പം ഞാൻ എന്തായാലും എൻ്റെ കൂടെ എന്തായാലും ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് എന്തായാലും താത്ത അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും വരും എൻ്റെ കൂടെ. അപ്പം അതുകൊണ്ട് ഞാൻ അവരിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്നത്താൻ്റെ കൂടെയാണ് കേട്ടോ പോയതും. ചിന്നത്ത, അസ്ന, ഞാനും താത്തയൊക്കെ കൂടെയാണ് കേട്ടോ കൊല്ലങ്കോട് പോയത്. അപ്പോൾ ഇതപ്പോൾ നമ്മൾ കൊല്ലങ്കോട് പോവുകയാണ്. അങ്ങനെ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാഗ് എടുക്കേണ്ട സുമംഗലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് കുറേ ബാഗുകളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കി, പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നെ അതിന് അതിൻ്റെ തന്നെ വേറൊരു ഷോപ്പുണ്ട് കേട്ടോ, സ്കൂളിൻ്റെ ഐറ്റംസ് മാത്രമുള്ള ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബാഗും ഒക്കെ നോക്കിയിട്ടോ. ഞാൻ അവിടെ പോയിട്ട് കുറേ ബാഗുകളൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എടുക്കണം എന്നുള്ളൊരു ആ തൃപ്തി ഉണ്ടായിരുന്നില്ല കേട്ടോ മനസ്സിന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പാലക്കാട് സെഞ്ചുറി ബാഗ്സിനാണ് ബാഗ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബാഗ് എടുക്കാൻ വേണ്ടി നമ്മൾ പാലക്കാട് പോകണമല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാനൊന്നും ഇത് വേണ്ട, അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ബാഗ് ഇങ്ങനെ വേണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അപ്പോൾ ചിന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്കിപ്പോൾ ഈ ബാഗ് പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് പാലക്കാട് പോകാമെന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് പാലക്കാട് പോയിട്ടോ. പിന്നെ എനിക്ക് കൊല്ലങ്കോട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പാലക്കാട് പോയത്. അങ്ങനെ ഇതാ നമ്മൾ പാലക്കാട് സെഞ്ചുറി ബാഗ്സിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ ബാഗ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി എന്തായാലും ഉള്ളിൽ പോയിട്ട് നമുക്ക് ബാഗൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ടൈപ്പുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡ് ബാഗ്, അതുപോലെ തന്നെ സ്കൂൾ ബാഗ്, ഇപ്പോൾ നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകുന്ന ബാഗ്, അങ്ങനത്തെ കുറേ ടൈപ്പ് എല്ലാ ബാഗുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ബാഗ് എടുക്കാൻ വന്നു. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡിലുള്ള ഇതൊക്കെയാണ് കേട്ടോ സ്കൂൾ ബാഗുകൾ. അപ്പോൾ സെഞ്ചുറി എന്ന് എഴുതിയിട്ടുള്ളൊരു സീലുള്ളതാണ് സെഞ്ചുറീൻ്റെ ബാഗ്. പിന്നെ വന്നിട്ട് വേറെ കുറേ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ
ഇവരിൻ്റെ കമ്പനിയല്ല, സെഞ്ച്വറിന്ന് എഴുതിയത് മാത്രമാണ് കേട്ടോ ഇവരിൻ്റെ ബാഗുകൾ. പിന്നെ നമ്മൾ താഴെ നോക്കിയിട്ടും പിന്നെ നമ്മൾ മേലെയും ബാഗുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മേലെ പോയി നോക്കിയിട്ടോ. മേലെ പോയി നോക്കുന്ന സമയത്ത് സെഞ്ച്വറിൻ്റെ ബാഗൊന്നുമല്ല, വേറെ വേറെ കമ്പനികളുടെ ബാഗുകളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റിയ മറ്റേ എന്താ പറയുക ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും സെഞ്ച്വറിന്ന് എഴുതിയൊരു ബാഗല്ല കേട്ടോ, ഇതൊക്കെ വേറെ വേറെ കമ്പനികളുടെ ബാഗാണ് കേട്ടോ. ആ ബാഗൊക്കെ നോക്കിയിട്ട് ശേഷം പിന്നെ നമ്മളൊരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ബാഗ്. പിന്നെ അതുപോലെ തന്നെ ഒരു പൗച്ചും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ബാഗ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും അടുത്തത് ബുക്ക് വാങ്ങാൻ വേണ്ടി പോവാം കേട്ടോ. പിന്നെ അതാ നല്ല മഴ വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാഗ് എടുത്ത് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവക്കാഡോ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ അവക്കാഡോ മാത്രമല്ല എല്ലാ ടൈപ്പും ഫ്രൂട്ട്സിലുള്ള ഇതും ഉണ്ട് കേട്ടോ, മറ്റെന്താ പറയുക ജ്യൂസുകളും ഉണ്ട് കേട്ടോ. നമ്മൾ നാവലമ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരുടെയും പോയി നോക്കിയ സമയത്ത് 200 രൂപയും 300 രൂപയൊക്കെയാണ് കേട്ടോ റേറ്റ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് 138 രൂപയായിരുന്നു കേട്ടോ കിലോൻ്റെ വില. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ. പിന്നെ അതാ നമ്മുടെ അവക്കാഡോ ഷേക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു അവക്കാഡോ ജ്യൂസ് മാത്രമാണ് കേട്ടോ. അതുതന്നെ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് 4 പേർക്കും കുടിക്കാൻ പറ്റും. അപ്പോൾ എനിക്കും അസ്നാക്കും താത്തക്കൊക്കെ നല്ല തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്ലാസ്സേ മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ് എനിക്ക് അത്ര തൊണ്ടവേദനയായാലും എന്തായാലും എനിക്ക് അവക്കാഡോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര സൗണ്ട് വരുവുള്ളൂ, ഇവിടെ സൗണ്ട് കൂട്ടും. അപ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കാം കേട്ടോ. നല്ല കട്ടിയിൽ ജ്യൂസ് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നോട്ട് ബുക്കുകൾ വാങ്ങാൻ വന്നു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ബുക്ക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. അപ്പം ഞാൻ മേടിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ A4 സൈസിലുള്ള ഒരു 12 ഒരു കെട്ട് നോട്ടും അതുപോലെ തന്നെ പെന്നും പെൻസിലും അതുപോലെ തന്നെ ഷാർപ്പ്നറും ഇറേസറും പിന്നെ സ്കെയിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഇപ്പം നമ്മളിതാ ബാഗൊക്കെ ബാഗ് മേടിച്ചു, അതുപോലെ തന്നെ ബുക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഇപ്പം നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കണ്ട. അപ്പം ഞാനിതാ വാഴക്ക് ബജ്ജി കഴിക്കുകയാണേ. ഗൈസ് നമ്മൾ അപ്പോഴേ വന്ന് ജ്യൂസ് കടയിൽ തന്നെ പിന്നെ നിർത്തി. നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പം ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ ലുലു മാളിലും കൂടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പം ലുലു മാളിലോട്ട് പോവുകയാണേ. ലുലുവിൽ പോയത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ലുലുവിൽ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ ലുലുവിൽ തന്നെ ബിരിയാണി ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ടൈപ്സ് ഓഫ് ബിരിയാണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ എപ്പോഴും ലുലുവിൽ വന്നാലും മേടിക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ, സ്പൈസി ബ്രോസ്റ്റർ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വാങ്ങണമെന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അലുവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ ആണ്ടായിരുന്നു 23-ാം തീയതി. ഞാൻ 23-ാം തീയതി എല്ലാം കഴിഞ്ഞിട്ടാണ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രിയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ അതിനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലുലുവിൽ കയറിയത് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ലുലുവിൽ തന്നെ നല്ലൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. താഴത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലിടലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ നേരെ വെറുതെ ഒന്ന് ജസ്റ്റ് മേലെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് നമ്മൾ മേലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് ഡ്രസ്സിങ്ങിൻ്റെ ആ ഭാഗത്ത് പോയ സമയത്ത് ഒരു ടോപ്പും ഒരു പാൻറ്റും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തു. പക്ഷേ എൻ്റെ ഉമ്മ പറഞ്ഞു അതൊന്നും വേണ്ട, ഇപ്പോൾ പെരുന്നാളിനല്ലേ ഡ്രസ്സ് എടുത്തത്, ഇനി വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് പിന്നെ ലുലുവിലൊക്കെ പോയി പുറത്ത് വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ NMR എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവിടുത്തെ ഫേമസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പൊറോട്ടയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. പൊറോട്ടയും എഗ് കറിയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അടിപൊളി കോമ്പിനേഷനാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ അവിടുത്തെ പൊറോട്ട. അപ്പോൾ ഗായ്സ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോവാണ്.